Welcome to a supplementary video by the English EduSpot to the 9th Standard English Class Part 17 by Victors. Victors ചാനൽ സംപ്രേഷണം ചെയ്ത 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് 17-ാം ഭാഗവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് EduSpot ഒരുക്കുന്ന ഒരു സപ്ലിമെൻ്ററി വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ സോങ് ഓഫ് എ ഡ്രീം എന്ന കവിത വിശദീകരിച്ചു തുടങ്ങി. ഈ കവിത രചിച്ചിരിക്കുന്നത് ഏറെ പ്രസിദ്ധയായ ഇന്ത്യൻ കവയത്രി സരോജിനി നായിഡു, ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കവയത്രിയാണ്. നമുക്കാദ്യം ഈ കവിതയുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും പരിശോധിക്കാം. Question 1. In her dream, the poet stood in a magical wood. കവിയുടെ ഭാവനയിൽ, അവരുടെ സ്വപ്നത്തിൽ അവർ ഒരു മായാലോകത്ത് എത്തിപ്പെട്ട പോലെ ഒരു അനുഭവമുണ്ടായി. ഹാവ് യു എവർ ബീൻ ടു എ ലാൻഡ് ഓഫ് ഇമാജിനേഷൻ ഇൻ യുവർ ഡ്രീം? നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ ഇതുപോലെ ഒരു മായാലോകത്ത് എത്തിപ്പെട്ട അനുഭവം നിങ്ങൾക്കുണ്ടോ? ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അത്തരമൊരു അനുഭവമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. ഇത് തികച്ചും വ്യക്തിപരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോരുത്തർക്കും അവരുടേതായ സ്വപ്നങ്ങളും ഭാവനകളും എല്ലാം ഉണ്ടായിരിക്കും. നമുക്ക് കവിയുടെ അനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കാം. ആൻസർ: All of us will have different kinds of experiences in our dreams. നമ്മിലെല്ലാവർക്കും നമ്മുടെ സ്വപ്നത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. If you had such an experience, you can share it with your friends. നിങ്ങൾക്കും അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാം. Sarojini Naidu had a beautiful dream in which she felt like standing alone in a world of imagination. കവി സരോജിനി നായിഡുവിന് മനോഹരമായ ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിൽ അവർ ഇൻ എ വേൾഡ് ഓഫ് ഇമാജിനേഷൻ, അവരുടെ ഒരു ഭാവനാ ലോകത്ത്, ഒരു മായ ലോകത്ത് തനിച്ച് നിൽക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ദ വിഷൻ വാസ് പോപ്പി ലൈക്ക്. ആ കാഴ്ച അതിമനോഹരമായ പോപ്പി പുഷ്പം വിടർന്നു നിൽക്കുന്ന പോലെയായിരുന്നു. സറൗണ്ടഡ് ബൈ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വിച്ച് വർ സിംഗിങ് ബേർഡ്സ്. മനോഹരമായി പാടുന്ന പക്ഷികളായ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ സ്പിരിറ്റ്സ്, സത്യത്തിൻ്റെ ആത്മാക്കളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് അതിമനോഹരമായ പോപ്പി പുഷ്പം വിടർന്നു നിൽക്കുന്നത് പോലുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. മാത്രമല്ല, സ്പിരിറ്റ്സ് ഓഫ് ലവ് വിച്ച് വർ ഗ്ലോയിങ് സ്റ്റാർസ്, വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളായ സ്പിരിറ്റ്സ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ സ്പിരിറ്റ്സ്, മാലാഖമാർ, ആത്മാവുകൾ അവരെ ചുറ്റിയതുപോലുള്ള ഒരനുഭവം. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ മാലാഖമാർ, ആത്മാവുകൾ അവരെ ചുറ്റും കൂടിയപ്പോലുള്ള ഒരനുഭവം. ആ സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ മാലാഖ എന്നുള്ളത് വിച്ച് വർ ഫ്ലോയിങ് സ്ട്രീംസ്, മനോഹരമായി ഒഴുകുന്ന നദികളായിരുന്നു. ഇങ്ങനെ വളരെ മനോഹരമായ ഭാവനയുടെ ഒരു ലോകത്ത് എത്തിപ്പെട്ട ഒരനുഭവം കവിക്ക് ഉണ്ടായിട്ടുണ്ട്. Question 2. What are the spirits of truth compared to? സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ മലാഖമാർ, അവയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ആൻസർ: സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ആർ കമ്പയർഡ് ടു സിംഗിങ് ബേർഡ്സ്. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് സിംഗിങ് ബേർഡ്സ്, മനോഹരമായി പാടുന്ന പക്ഷികളോടാണ് താരതമ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. Question 3. What are the spirits of love compared to? സ്പിരിറ്റ്സ് ഓഫ് ലവ് ഏതിനോടാണ് കമ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, താരതമ്യം ചെയ്തിരിക്കുന്നത്? ആൻസർ: സ്പിരിറ്റ്സ് ഓഫ് ലവ് ആർ കമ്പയർഡ് ടു ഗ്ലോയിങ് സ്റ്റാർസ്. മനോഹരമായി വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളോടാണ് സ്പിരിറ്റ്സ് ഓഫ് ലവ് കമ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. Question 4. What are the spirits of peace compared to? സ്പിരിറ്റ്സ് ഓഫ് പീസ് എന്തിനോടാണ് കമ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്? ആൻസർ: സ്പിരിറ്റ്സ് ഓഫ് പീസ് ആർ കമ്പയർഡ് ടു ഫ്ലോയിങ് സ്ട്രീംസ്. അതിമനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളോടാണ് സ്പിരിറ്റ്സ് ഓഫ് പീസ് കമ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്.
Question 5. Why are the spirits of truth compared to birds that sing? മനോഹരമായി പാടുന്ന പക്ഷികളോട് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ സ്പിരിറ്റ്സ് കമ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് പക്ഷികളോട് കമ്പയർ ചെയ്യപ്പെട്ടത്? ആൻസർ: ബേർഡ്സ് ആർ ബ്യൂട്ടിഫുൾ ടു സീ ആൻഡ് ദെയർ സോങ്സ് ആർ സ്വീറ്റ് ടു ഹിയർ. പക്ഷികൾ കാണാൻ മനോഹരമുള്ളതും അവയുടെ സംഗീതം കേൾക്കാൻ ഇമ്പമുള്ളതുമാണ്. ദേ ആർ ഫ്രീ ഫ്രം ഓൾ വറീസ്. പക്ഷികൾ എല്ലാവിധ ആശങ്കകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചിതരുമാണ്. ഇൻ ദ സെയിം വേ ദ ക്വാളിറ്റി ഓഫ് ട്രൂത്ത് ഈസ് ബ്യൂട്ടിഫുൾ, സ്വീറ്റ് ആൻഡ് പ്ലീസിംഗ്. ഇതേ രീതിയിൽ സത്യത്തിൻ്റെ ഗുണം എന്നുള്ളത് മനോഹരവും ഹൃദ്യവുമാണ്. ദ പോയറ്റ് മൈറ്റ് ഹാവ് ഡ്രീംഡ് ഓഫ് ഹെർ മദർലാൻഡ് ടു ബി ബിൽറ്റ് അപ്പോൺ ദ ഫൗണ്ടേഷൻ ഓഫ് ട്രൂത്ത്. അതുകൊണ്ട് തന്നെ കവി ഒരുപക്ഷെ തൻ്റെ മാതൃരാജ്യം സത്യത്തിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തണം എന്ന് സ്വപ്നം കണ്ടിരിക്കാം. ആൻഡ് ദെൻ ഇറ്റ് വുഡ് ബി എ ലാൻഡ് ഓഫ് ബ്യൂട്ടി ആൻഡ് പ്ലഷർ ഫ്രീ ഫ്രം ഓൾ വറീസ്. അങ്ങനെ വരുമ്പോൾ ആ മാതൃരാജ്യം മനോഹരമായ ഒരു നാടായിരിക്കും. അതോടൊപ്പം തന്നെ സന്തോഷത്തിൻ്റെയും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും മോചിതമായ ഒരു രാജ്യവുമായിരിക്കും. Question 6. What does the poet compare the soulful vision to? കവിക്കുണ്ടായ ആത്മാവ് നിറഞ്ഞ ആ മനോഹര കാഴ്ചയെ കവി എന്തിനോടാണ് ഉപമിക്കുന്നത്? ആൻസർ: The poet compares the soulful vision to a beautiful and fully bloomed poppy flower. കവി തൻ്റെ ആത്മാവ് നിറഞ്ഞ കാഴ്ചയെ അതിമനോഹരമായി വിടർന്നു നിൽക്കുന്ന ഒരു പോപ്പി പുഷ്പത്തോടാണ് ഉപമിക്കുന്നത്. Now, let's examine the poetic devices or figures of speech used in the first stanza. ആദ്യ സ്റ്റാൻസയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. Question 1. What are the rhyming words? ആദ്യ സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് എന്തൊക്കെയാണ്? ആൻസർ: stood, would; sprang, sang; glowed, flowed. Question 2. What is the rhyme scheme of the poem? ഈ കവിതയുടെ റൈം സ്കീം എന്താണ്? ആൻസർ: എ എ, ബി ബി, സി സി, ഡി എന്നിങ്ങനെയാണ് റൈം സ്കീം. ആദ്യ സ്റ്റാൻസ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. The first line rhymes with the second line, third line rhymes with the fourth line, and the fifth line rhymes with the sixth line. And the seventh line is a separate, a different sound. Question 3. Identify the visual images that come in the first stanza. ആദ്യ സ്റ്റാൻസയിൽ വരുന്ന വിഷ്വൽ ഇമേജുകൾ കണ്ടെത്തുക. വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് എഴുത്തുകാർ സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ. വായനക്കാരൻ്റെ മനോമുഗ്രത്തിൽ ആ വാക്കുകൾ വായിക്കുമ്പോൾ നാം കാണുന്ന ചിത്രങ്ങളായിട്ട് അനുഭവപ്പെടുന്നു. ആൻസർ: മാജിക്കൽ വേർഡ്സ്. ആ മായ ലോകം അല്ലെങ്കിൽ കവി നിൽക്കുന്ന ആ മാന്ത്രികമായിട്ടുള്ള തോട്ടം, വനം. പോപ്പി ഫ്ലവർ, മനോഹരമായ പോപ്പി പുഷ്പം. ബേർഡ്സ്, സ്റ്റാർസ്, സ്ട്രീംസ് എറ്റ്സെട്ര. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇമാജിനേഷനിൽ കാണാൻ കഴിയുന്ന ചിത്രങ്ങളായിട്ട് അനുഭവപ്പെടുന്നു. Question 4. Identify examples of auditory images, sense of hearing. നമ്മുടെ കേൾവിയുടെ ചിത്രങ്ങളായിട്ട് വരുന്ന ഉദാഹരണങ്ങൾ കണ്ടെത്തുക. Auditory images. Answer: songs of birds and burbling of rivers. മനോഹരമായി പാടുന്ന പക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ ആ പക്ഷികളുടെ പാട്ട് നമുക്ക് കേൾക്കുന്ന പോലെ അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ കളകളാരവം മുഴക്കിക്കൊണ്ടൊഴുകുന്ന അരുവികളെക്കുറിച്ച് പറയുമ്പോൾ ആ അരുവികൾ ഒഴുകുന്ന ശബ്ദം നമുക്കും കേൾക്കുന്ന പോലെ അനുഭവപ്പെടുന്നു. Question 5. Identify an instance of the olfactory image, that is sense of smell.
നമ്മുടെ സെൻസ് ഓഫ് സ്മെൽ, നമുക്ക് സ്മെൽ അനുഭവപ്പെടുന്ന ഏതെങ്കിലും ഒരു ചിത്രമുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. ആൻസർ: The smell of the poppy flower can be identified as an olfactory image. ചിലർക്കെങ്കിലും പോപ്പി ഫ്ലവർ എന്നുള്ള ആ എക്സ്പ്രഷൻ വായിക്കുമ്പോൾ അതിൻ്റെ മനോഹരമായ ചിത്രം ഒരു വിഷ്വൽ ഇമേജായിട്ട് തീർച്ചയായിട്ടും അനുഭവപ്പെടും. എന്നാൽ ആ പൂവിൻ്റെ സ്മെൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു ഒൾഫാക്ടറി ഇമേജിന് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. Question 6. Identify an example of simile. സിമിലിക്ക് ഒരു ഉദാഹരണം കണ്ടെത്തുക. വിദ്യാർത്ഥികൾക്കറിയാം എന്താണ് സിമിലി എന്നുള്ളത്. It's a direct comparison of two unlike things using like or as. രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിലുള്ള താരതമ്യം ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നീ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരം ഡയറക്റ്റ് കമ്പാരിസൺ നടത്തുന്നത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് The poet's soulful vision was like a bloomed poppy. കവിയുടെ ആത്മാവ് നിറഞ്ഞ ആ മനോഹര കാഴ്ച വിടർന്നു നിൽക്കുന്ന ഒരു പോപ്പി പുഷ്പം പോലെയായിരുന്നു എന്ന് പറയുന്നു. വിഷൻ എന്നുള്ളത് ആ കാഴ്ചയെ പോപ്പി ഫ്ലവറുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു ലൈക്ക് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട്. ആ വരി ഇതാണ്: സോൾ ഡീപ് ഇൻ വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്. ഇത് സിമിലിക്കൊരു ഉദാഹരണമാണ്. Question 7. Find out examples of metaphor. മെറ്റഫർ എന്ന പോയറ്റിക് ഡിവൈസിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. മെറ്റഫർ എന്നുള്ളതും ഒരു കമ്പാരിസൺ ആണ്. ആൻ ഇംപ്ലൈഡ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് വൺ ഈസ് ദി അതർ. സിമിലിയിൽ നിന്ന് വ്യത്യസ്തമായി ആസ് എന്നോ ലൈക്ക് എന്നോ പദങ്ങൾ ഉപയോഗിക്കാതെ ഒരു താരതമ്യം സൂചിപ്പിക്കുന്നത് ഒരു വസ്തു മറ്റൊന്ന് ആണ് അല്ലെങ്കിൽ ആയിരുന്നു എന്ന രൂപത്തിൽ പറയുന്ന ഒരു കമ്പാരിസൺ. എക്സാമ്പിൾ: The spirits of truth were the birds that sang. മനോഹരമായി പാടുന്ന പക്ഷികളായിരുന്നു സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. പക്ഷികളെ പോലെയായിരുന്നു എന്നുള്ളതല്ല, സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തും സിംഗിങ് ബേർഡ്സും ഒന്ന് തന്നെയായിരുന്നു എന്ന രൂപത്തിലാണ് കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്: The spirits of love were the stars that glowed. വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ആയിരുന്നു സ്പിരിറ്റ്സ് ഓഫ് ലവ്. സ്പിരിറ്റ്സ് ഓഫ് ലവിനെ നക്ഷത്രങ്ങളുമായി കമ്പയർ ചെയ്തിരിക്കുന്നു. അവ രണ്ടും ഒന്നുപോലെ ആയിരുന്നു എന്ന രൂപത്തിൽ. അതുപോലെ തന്നെ The spirits of peace were the streams that flowed. മനോഹരമായി ഒഴുകുന്ന അരുവികളായിരുന്നു സ്പിരിറ്റ്സ് ഓഫ് പീസ്. ഈ മൂന്ന് ഉദാഹരണങ്ങൾ മെറ്റഫറിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ തന്നെയാണ്. Question 8. Identify an example of alliteration from the first stanza. ആദ്യ സ്റ്റാൻസയിൽ നിന്ന് അലിറ്ററേഷൻ്റെ ഒരു ഉദാഹരണം കണ്ടെത്തുക. വിദ്യാർത്ഥികൾക്കറിയാം അലിറ്ററേഷൻ എന്നുള്ളത് repetition of the consonant sounds at the beginning of several words in a line. ഒരു കവിതാ വരിയിൽ തുടർന്ന് വരുന്ന വാക്കുകളുടെ ആരംഭത്തിൽ ആവർത്തിച്ചു വരുന്ന കോൺസണൻ്റ് സൗണ്ടുകളാണ് അലിറ്ററേഷൻ. ഒരു എക്സാമ്പിൾ: ലോൺ ഇൻ ദ ലൈറ്റ് എന്നുള്ള ആ എക്സ്പ്രഷനിൽ ലോൺ, ലൈറ്റ് എന്നിങ്ങനെ ല് സൗണ്ടുകൾ കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ആ ല് സൗണ്ട് ആവർത്തിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി: ഐഡൻറ്റിഫൈ സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ ദി അപ്രോപ്രിയേറ്റ് ബോക്സസ്. ഇവിടെ രണ്ട് കോളംസ്, രണ്ട് ബോക്സുകൾ സിമിലി ആൻഡ് മെറ്റഫേഴ്സ് എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഇവിടെ നൽകിയിരിക്കുന്ന 10ഓളം സെൻറ്റൻസുകളിൽ ഏതിലൊക്കെയാണ് സിമിലി എന്ന പോയറ്റിക് ഡിവൈസ് ഉൾപ്പെടുന്നത്, ഏതൊക്കെ സെൻറ്റൻസുകളിലാണ് മെറ്റഫേഴ്സ് ഉള്ളത്, അങ്ങനെ അനുയോജ്യമാം വിധം വേർതിരിച്ചെഴുതുക. ഒന്നാമത്തെ സെൻറ്റൻസ് വായിക്കാം. എ റെയിൻബോ ഈസ് ലൈക്ക് എ റെഡ് റോസ് ഇൻ മൈ ഗാർഡൻ. റെയിൻബോയും റെഡ് റോസും കമ്പയർ ചെയ്തിരിക്കുന്നു ലൈക്ക് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് അതൊരു സിമിലിയാണ്.
Number 2. She can hear like a rabbit. She can hear like a rabbit. അവൾക്ക് ഒരു റാബിറ്റിനെ പോലെ കേൾക്കാൻ കഴിയും. ആ ഒരു കഴിവിനെ റാബിറ്റിൻ്റെ കഴിവുമായി കമ്പയർ ചെയ്തിരിക്കുന്നു ലൈക്ക് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് സിമിലി. സെൻറ്റൻസ് 3. ലൈഫ് ഈസ് എ റോസ് ഗാർഡൻ. ലൈഫും റോസ് ഗാർഡനും തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുന്നു. എന്നാൽ ലൈക്കോ ആസോ ഉപയോഗിച്ചില്ല. ലൈഫും റോസ് ഗാർഡനും ഒന്ന് തന്നെയാണ് എന്ന രൂപത്തിലാണ് കമ്പാരിസൺ. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. നമ്പർ 4. ഐ ക്യാൻ സ്മെൽ ലൈക്ക് എ ബിയർ. എനിക്ക് ഒരു ബിയർ, ഒരു കരടിയെ പോലെ സ്മെല്ല് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന സെൻറ്റൻസിൽ ലൈക്ക് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് ആ കഴിവിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അവിടെ സിമിലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ 5. ഷീ ഈസ് എ ഫ്ലവർ. ഈ സെൻറ്റൻസിൽ ഷീ എന്നുള്ള വ്യക്തിയെ ഫ്ലവറുമായി കമ്പയർ ചെയ്തിരിക്കുന്നു ഈസ് എന്ന വേർബ് ഉപയോഗിച്ചുകൊണ്ട്. ലൈക്ക് ഉപയോഗിച്ചില്ല, ആസ് ഉപയോഗിച്ചില്ല. അവളും ഫ്ലവറും ഒന്ന് തന്നെ എന്ന രൂപത്തിൽ. മെറ്റഫർ. നമ്പർ 6. ഹി ഈസ് ആസ് കണ്ണിങ് ആസ് എ ഫോക്സ്. ഹി എന്നുള്ള വ്യക്തിയെ ഒരു ഫോക്സുമായി കണ്ണിങ്ങിൻ്റെ കാര്യത്തിൽ, സൂത്രത്തിൻ്റെ, തന്ത്രത്തിൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്തിരിക്കുന്നു ആസ് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട്. സിമിലി. നമ്പർ 7. മൈ ക്ലാസ് ടീച്ചർ ഈസ് എൻ ഏഞ്ചൽ. ക്ലാസ് ടീച്ചറെ ഏഞ്ചലുമായി കമ്പയർ ചെയ്തിരിക്കുന്നു. ഈസ് എന്നുള്ള ലിങ്കിങ് വേർബ് ഉപയോഗിച്ചുകൊണ്ട്. ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ടില്ല. രണ്ടും ഒന്ന് തന്നെ എന്ന രൂപത്തിൽ. മെറ്റഫറിൻ്റെ ഉദാഹരണം. നമ്പർ 8. മൈ ഡ്രീം ഈസ് ലൈക്ക് എ കൈറ്റ് ഇൻ ദ സ്കൈ. എൻ്റെ സ്വപ്നം ആകാശത്തിലെ ഒരു പട്ടം പോലെയാണ്. പോലെ എന്നർത്ഥം വരുന്ന ലൈക്ക് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പാരിസൺ സിമിലിക്ക് ഉദാഹരണമാണ്. നമ്പർ 9. ബുക്സ് ആർ ട്രഷർ ബോക്സസ്. ബുക്സും ട്രഷർ ബോക്സുകളും കമ്പയർ ചെയ്തിരിക്കുന്നു മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട്. നമ്പർ 10. മൈ മദർ ഈസ് ദ ലൈറ്റ് ഓഫ് അവർ ഹൗസ്. അമ്മയെ വീടിൻ്റെ വെളിച്ചമായി കമ്പയർ ചെയ്തിരിക്കുന്നു. മൈ മദർ ഈസ് ദ ലൈറ്റ് ഓഫ് അവർ ഹൗസ്. ഇത് മെറ്റഫറിൻ്റെ ഒരു ഉദാഹരണമാണ്. നൗ ദി അസൈൻമെൻറ്റ്. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ ഒരു ഷോർട്ട് പ്രൊഫൈൽ തയ്യാറാക്കുക. അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്ന ഫാക്ട്സ്: ബർത്ത് ഡേറ്റ് 13 February 1879, place of birth Hyderabad, studied at University of Madras, London, King's College, Cambridge, political ideology, non-violence, publications, The Golden Threshold, The Bird of Time, The Feather of Dawn, The Broken Wing, The Snake Charmer, etc. Then date of death 2nd March 1949. ഈ ഫാക്ട്സുകൾ സെൻറ്റൻസുകളായി വിപുലീകരിച്ച് ഒരു പ്രൊഫൈൽ പാരഗ്രാഫിലേക്ക് ഡെവലപ്പ് ചെയ്ത് എഴുതുക. പ്രൊഫൈൽ പാരഗ്രാഫിന് ടൈറ്റിലായി വ്യക്തിയുടെ പേരും നൽകുക. ഈ അസൈൻമെൻറ്റിൻ്റെ ഒരു ആൻസർ എന്ന രൂപത്തിൽ സരോജിനി നായിഡുവിൻ്റെ ഒരു പ്രൊഫൈൽ പാരഗ്രാഫ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. സരോജിനി നായിഡു എന്ന ടൈറ്റിൽ നൽകിയിരിക്കുന്നു. സരോജിനി നായിഡു, ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, വാസ് ബോൺ ഓൺ 13 February 1879 in Hyderabad. She was a poet and political activist. She had her education at the University of Madras, King's College London, and at the University of Cambridge. She was an active participant in the movement for India's independence and a follower of Mahatma Gandhi. She strongly believed in the political ideology of Mahatma Gandhi, the non-violence. She was a prolific writer and published many collections of poems and other books. Her major works include The Golden Threshold, 1905,
The Bird of Time, 1912. The Feather of Dawn, 1961. The Broken Wing, 1917. The Snake Charmer, etc. Sarojini Naidu breathed her last on 2nd March 1949. സോങ് ഓഫ് എ ഡ്രീം എന്ന കവിത വളരെ ലളിതമായി വിശദീകരിക്കുന്ന വീഡിയോസ്, ഈ കവിതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, മറ്റ് ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം വളരെ ലളിതമായി മലയാളത്തിൽ വിശദീകരിക്കുന്ന വീഡിയോസ് ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അത്തരം വീഡിയോസ് കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ വീഡിയോകളുടെ ലിങ്കുകൾ ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുമുണ്ട്. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.